ഹലോ വെൽക്കം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് 2 ലെയർ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് അതൊന്ന് പച്ചവെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തത്. 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിൽ പകുതി ഇതിലെടുത്തിട്ടുണ്ട്, പകുതി മറ്റേതിലും എടുക്കാം കേട്ടോ. 2 ലെയർ ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് പച്ചവെള്ളത്തിൽ കുതിർത്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇത് സാബുനരിയില്ലേ, ചവ്വരി എന്നൊക്കെ പറയും, അതാണ്. അത് ഒരു 1/4 ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് വേവിക്കണേ, വെന്ത് അലിഞ്ഞു പോകരുത്. ആ വൈറ്റ് കളർ പോയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വരും. ആ ടൈമിൽ നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ആയിട്ടുണ്ട്. ഇതൊരു പച്ചവെള്ളത്തിലേക്ക് നമുക്ക് മാറ്റുന്നുണ്ട്, ഊറ്റിയെടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ പച്ചവെള്ളത്തിലായാൽ ഇത് കട്ടകളില്ലാതെ നമുക്ക് നല്ലോണം കിട്ടും കേട്ടോ. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ അരിച്ച് വെള്ളം ഒഴിവാക്കി ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതാ നമ്മുടെ ചൈന ഗ്രാസ് ഇല്ലേ, ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ആ വെള്ളത്തോട് തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ ചൂടാക്കി എടുക്കുക. ഈ കട്ടകളൊക്കെ പോക്കി നല്ലൊരു വെള്ളം പോലെ ആയി വരും. ആ ടൈമിൽ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അത് റെഡിയായേ. നമുക്കിനി അടുത്ത സ്റ്റെപ്പ്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് പാലേ ഞാൻ എടുക്കുന്നുള്ളേ. അപ്പോൾ 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര ആണ് ചേർക്കുന്നത്. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 ടീസ്പൂണ് പഞ്ചസാര ആണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ പാലും പഞ്ചസാരയും ഇതാ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സാബുനരി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് ഒന്ന് ഉടച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ കട്ടകളില്ലാതെ നമുക്ക് കിട്ടുകയെ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് ആ സാബുനരിയൊക്കെ ഒന്ന് വിട്ട് വരുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീരെ കട്ടകളില്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഉരുക്കി വെച്ചതില്ലേ, ഒന്നുകൂടി ഇളക്കി കൊടുക്കണേ. കട്ട ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക. ഇനി അധിക നേരം നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൈന ഗ്രാസിൻ്റെ കട്ടകളും പിന്നെ സാബുനരിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ലൂസായി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലെയറിനുള്ളത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങനെ നല്ല പൾപ്പ് രൂപത്തിൽ അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് പാൽ വേണമെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വേണമെങ്കിൽ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്താൽ മതിയേ. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ചൂട് തണിഞ്ഞ് കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ട് നമ്മൾ അടുത്ത ലെയർ ഇതിലേക്ക് ഒഴിക്കാവൂ. അപ്പോൾ അതുവരെ നമുക്കിത് മാറ്റി വെക്കാം. ആ ടൈമിൽ അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ളതോടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് ആദ്യം ചെയ്ത പോലെ തന്നെ ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പുഡിങ്ങിൻ്റെ അതേ പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1 ഗ്ലാസ് പാലാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആദ്യം നമ്മൾ ചേർത്ത 4 ടീസ്പൂൺ ആണെങ്കിൽ ഇതിലൊരു 6 ടീസ്പൂണെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർക്കണം. മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളി, എത്ര മധുരമുള്ള മാങ്ങ ആണെങ്കിലും കുറച്ചൊരു പുളി നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പഞ്ചസാര അതിൽ ചേർത്ത് കൊടുക്കണേ. ഇനി സാധാ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ചൈന ഗ്രാസും പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടൊന്ന് അറിയതിന് ശേഷം കട്ടാവുന്നതിന് മുമ്പ് നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ നല്ല പൾപ്പ് രൂപത്തിലായതുകൊണ്ട് തന്നെ ഇത് കട്ടകട്ടായിട്ടാണ് കേട്ടോ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം കട്ടകളൊക്കെ ഒന്ന് പോക്കിയെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റായതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ച് കൊടുക്കാവൂ. അപ്പോൾ നമ്മളിത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുത്തി ഒഴിക്കാതെ മെല്ലെ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുത്തി ഒഴിച്ച് ചിലപ്പോൾ മറ്റേ പുഡിങ് ഇത് ഒഴിക്കുന്ന ഫോഴ്സിൽ തുള വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ചെറിയ ബബിൾസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2 ലെയർ പുഡിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അടിയിൽ വൈറ്റും മുകളിൽ യെല്ലോ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇത് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് മുകളിൽ വൈറ്റ് ആക്കിയിട്ട് അപ്പോൾ കാണാൻ നല്ല വേറൊരു ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ ബൗളിൽ ഞാൻ ഇങ്ങനെ തിരിച്ചിടാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അതും നല്ല രസമുണ്ട് കാണാൻ. ഇതും നല്ലതാണ്. ടേസ്റ്റും നല്ലത് തന്നെയാണ് കേട്ടോ. നല്ല മധുരവും സ്വീറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് തന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.